ഞാനിവിടെ കാണിക്കാൻ പോകുന്ന സെന്റൻസസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഞാൻ മുടി വെട്ടിച്ചു, ഞാൻ മുടി വെട്ടിക്കും, ഞാൻ ഇപ്പൊ മുടി വെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവളെ പഠിക്കാൻ സഹായിച്ചു, ഞാൻ അവളെ കളിക്കാൻ അനുവദിച്ചു. ഇതെല്ലാം നമുക്ക് എന്നും ആവശ്യം വരുന്ന തരം സെന്റൻസ് പാറ്റേൺസ് അല്ലേ? ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്നാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. പക്ഷെ അതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഹോംവർക്ക്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും തന്നെ ശരിയാക്കിയിട്ടുണ്ട്. രണ്ടാമത്തത് നിനക്ക് ചായ ആണോ കാപ്പിയാണോ കൂടുതൽ ഇഷ്ടം എന്നായിരുന്നല്ലോ ചോദ്യം. അത് നമുക്ക് 2 തരത്തിൽ ഇംഗ്ലീഷിൽ ചോദിക്കാം. ഡു യു പ്രിഫർ ടീ ഓർ കോഫി എന്നോ ഡു യു ലൈക്ക് ടീ ഓർ കോഫി മോർ എന്നോ ചോദിക്കാം. പക്ഷെ അവിടെ ഡു യു പ്രിഫർ ടീ ടു കോഫി എന്ന് ക്വസ്റ്റ്യനിൽ ചോദിക്കരുത്. അവിടെ ടു എന്ന് വരില്ല ക്വസ്റ്റ്യനിൽ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിന്റെ വീട് സ്കൂളിന്റെ അടുത്താണോ എന്നതിന് ഇസ് യുവർ ഹൗസ് നിയർ ദ സ്കൂൾ എന്ന് മതി. നിയർ ടു സ്കൂളിന് വേണ്ട കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഹാവ് യു എവർ ഡ്രിവൺ എ ബസ് എന്ന് തന്നെ ചോദിക്കണം. ആ അവിടെ ആവശ്യമാണ്. അതുപോലെ ഷുഡ് ഐ ടേക്ക് എൻ അംബ്രല എന്ന് ചോദിക്കണം. ആൻ വേണം അവിടെ. ഇനി ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. പതിവ് പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് വെച്ചാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സും തുടങ്ങുന്നത്. എനിക്ക് പറയണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതെങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ പോരെ? കഴിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ വേണമെങ്കിൽ ഈറ്റിന്റെ പാസ്റ്റ് ടെൻസ് എയ്റ്റ് പറയാമായിരുന്നു. ഐ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. പക്ഷെ അതിലും കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ളത് ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴാണ്. കാരണം ഹാവ് എന്ന് പറയുമ്പോൾ കഴിക്കുക എന്നൊരു അർത്ഥം വരുന്നുണ്ട്. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഈ ഹാഡ്. അപ്പൊ ഇവിടുത്തെ വേർബ് ഹാഡ് ആണ്. അത് ക്ലിയർ ആയല്ലോ. ഇനി എനിക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അവിടെ എങ്ങനെ പറയും നിങ്ങൾ? ഐ മെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും അല്ലെ? ഉണ്ടാക്കുക മേക്ക് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് വരണം. ഐ മെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഈ സെന്റൻസിൽ വേർബ് ഏതാണ്? ആ പ്രവൃത്തിയെ കാണിക്കുന്ന വാക്ക് വേർബ് ഏതാണ്? മെയ്ഡ് അല്ലേ? ഉണ്ടാക്കി ആണല്ലോ. ഇനി ഞാൻ പറയാൻ പോകുന്ന സെന്റൻസ് ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ഞാൻ അവളെ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിച്ചു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലായോ? നമ്മൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല, വേറൊരാളെ കൊണ്ട് ഞാനത് ചെയ്യിച്ചു. അപ്പൊ അയാൾ ആ ഒരു പണി ചെയ്യാൻ ഞാൻ കാരണക്കാരിയായി. ഞാൻ അങ്ങനെ ഒരു കാര്യം അവിടെ നടത്തിച്ചു അല്ലെ, ചെയ്യിച്ചു. അപ്പൊ ഇതെങ്ങനെ പറയുന്നതെന്ന് അറിയാമോ ഇംഗ്ലീഷില്? ഐ മെയ്ഡ് ഹർ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. മനസ്സിലായോ? ഐ മെയ്ഡ് ഹർ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ അവള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അല്ലെ? ആ ഉണ്ടാക്കുക എന്ന് പറയുന്ന വേർബാണ് നമ്മൾ ആ സെന്റൻസിൽ രണ്ടാമത് കണ്ടത്. മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവളെ കൊണ്ടത് ചെയ്യിച്ചു അല്ലെ? ആ ചെയ്യിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സെന്റൻസിൽ നമ്മൾ ആദ്യം കാണുന്ന മെയ്ഡ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഐ മെയ്ഡ് ഹർ, അവളെ കൊണ്ട് ഞാനത് നിർബന്ധപൂർവ്വം ചെയ്യിപ്പിച്ചു. ഐ മെയ്ഡ് ഹർ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ അവിടെ എന്താ സംഭവിച്ചതെന്ന് കണ്ടോ? ഈ സെന്റൻസിൽ ആദ്യം വന്ന മെയ്ഡ് ഉണ്ടല്ലോ, ഐ മെയ്ഡ്, അത് ഇവിടുത്തെ വേർബ് എന്ന് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ കോസറ്റീവ് വേർബ് എന്ന് പറയും. കോസറ്റീവ് വേർബ്. കാരണം അവിടെ ഒരു കാര്യം കോസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് കാരണക്കാരനാവുകയാണ് ചെയ്യുന്നത് നമ്മൾ അല്ലെ? പക്ഷെ ഐ മെയ്ഡ് ഹർ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞില്ലേ? ആ മേക്ക് ആണ് ഇവിടുത്തെ ശരിക്കുള്ള വേർബ്. അവൾ ചെയ്ത പ്രവൃത്തി എന്താ? ഉണ്ടാക്കൽ അല്ലെ? പക്ഷെ അത് അവൾ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞതെങ്കിലും നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവിടെ മെയ്ഡ് എന്ന് പറയണ്ട. അവിടെ ആ വേർബിന്റെ ബേസ് ഫോം ഉണ്ടല്ലോ, മേക്ക്, ആ ഫോം ഉപയോഗിച്ചാൽ മതി. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഐ മെയ്ഡ് ഹർ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. കൂടുതൽ എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് ആ പാറ്റേൺ പിടികിട്ടും. അടുത്ത സെന്റൻസ് ഞാൻ പറയാണ്, ഞാൻ മേശ ക്ലീൻ ചെയ്തു. ഐ ക്ലീൻഡ് ദ ടേബിൾ. ഞാനാ ചെയ്തത്. ഐ ക്ലീൻഡ് ദ ടേബിൾ. അടുത്ത സെന്റൻസ്, ഞാൻ അവളെ കൊണ്ട് മേശ ക്ലീൻ ചെയ്യിച്ചു. അപ്പൊ ഞാൻ ചെയ്യിച്ചു എന്ത്? അവളെ കൊണ്ട് മേശ ക്ലീൻ ചെയ്യിച്ചു. അവിടെ എന്ത് പറയും? ഐ മെയ്ഡ് ഹർ ക്ലീൻ ദ ടേബിൾ. മനസ്സിലായോ? ഐ മെയ്ഡ് ഹർ, ഞാൻ അവളെ കൊണ്ട് ചെയ്യിച്ചു. എന്താ ചെയ്യിപ്പിച്ചേ? ക്ലീൻ ചെയ്യല്. ഐ മെയ്ഡ് ഹർ ക്ലീൻ ദ ടേബിൾ. അപ്പൊ നിങ്ങൾ ആ സെന്റൻസ് വന്ന ഒരു പാറ്റേൺ എന്താന്ന് നോക്കൂ. ഞാൻ ചെയ്യിച്ചു, അതിന് ചെയ്യിച്ചു എന്നാണ് പറഞ്ഞത്. പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് അവിടെ ഐ മെയ്ഡ് എന്ന് പറയണം. ആരെ കൊണ്ടാ ചെയ്യിച്ചേ? അവളെ കൊണ്ട്. അതാണ് പിന്നെ വരുന്നത്. ഐ മെയ്ഡ് ഹർ, എന്താണ് അവൾ ചെയ്തത്? മേശ വൃത്തിയാക്കൽ. ഐ മെയ്ഡ് ഹർ ക്ലീൻ ദ ടേബിൾ. അവിടെ പിന്നെ ഐ മെയ്ഡ് ഹർ ക്ലീൻഡ് എന്ന് പറയരുത്. അതുപോലെ ഐ മെയ്ഡ് ഹർ ടു ക്ലീൻ എന്നും പറയരുത്. മനസ്സിലായോ?
അപ്പൊ എപ്പോഴും ഈ ഐ മെയ്ഡ് ഹെർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന വേർബിന്റെ ബേസ് ഫോം ഉപയോഗിക്കണം. ബേസ് ഫോം എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ കൂടെ എസ് വരരുത്, ING ഫോം വരരുത്, അതുപോലെ പാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ED ഒക്കെ ആഡ് ചെയ്യില്ലേ, അതൊന്നുമില്ലാത്ത അതിന്റെ ആ ഒരു റൂട്ട് ഫോം അത് ഉപയോഗിക്കണം. എങ്കിലും ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഞാൻ അവനെ കൊണ്ട് ചെടി നനപ്പിച്ചു, അതായത് ചെടിക്ക് വെള്ളം ഒഴിപ്പിച്ചു. അതിന് നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതിന് ടു വാട്ടർ ദ പ്ലാന്റ്സ് എന്ന് പറയാം. അവിടെ വാട്ടർ എന്ന് പറയുന്നത് ഒരു വേർബ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ എന്താ പറയുന്നേ? ഞാൻ ചെയ്യിപ്പിച്ചു. ആരെ കൊണ്ട്? അവനെ കൊണ്ട്. എന്ത് പറയണം? ഐ മെയ്ഡ് ഹിം. അവനെ കൊണ്ട് എന്ന് പറയാനുള്ളത് കൊണ്ട് അവിടെ ഹി പറഞ്ഞാ പോരാ, ഐ മെയ്ഡ് ഹിം. എന്താ ചെയ്യിപ്പിച്ചേ? പ്ലാന്റ്സ് വാട്ടർ ചെയ്യിപ്പിച്ചു അല്ലെ. ഐ മെയ്ഡ് ഹിം വാട്ടർ ദ പ്ലാന്റ്സ്. അപ്പൊ ഇവിടെ ഞാൻ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഐ മെയ്ഡ് എന്ന് പറഞ്ഞത്. മെയ്ക്കിന്റെ പാസ്റ്റ് ടെൻസ് ആദ്യം ഉപയോഗിച്ചു. അടുത്ത സെന്റൻസ് നിങ്ങൾ നോക്കൂ. ഞാൻ അവനെ കൊണ്ട് ചെടി നനപ്പിക്കാറുണ്ട്. ഇങ്ങനെ വെള്ളം ഒഴിപ്പിക്കാറുണ്ട്. ഒഴിപ്പിച്ചു എന്നല്ല പറഞ്ഞത്, അങ്ങനെ സാധാരണ ചെയ്യിക്കാറുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അവിടെ പ്രസന്റ് ടെൻസ് വരണ്ടേ? അപ്പൊ എന്ത് പറയും? ഐ മേക്ക് ഹിം വാട്ടർ ദ പ്ലാന്റ്സ്. ഐ മേക്ക് ഹിം വാട്ടർ ദ പ്ലാന്റ്സ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ആ പ്രസന്റ് ടെൻസ് വരുമ്പോ ആദ്യത്തെ വേർബ് ഉണ്ടല്ലോ, ആ കോസറ്റീവ് വേർബ് എന്ന് പറഞ്ഞത്, അതാണ് പ്രസന്റ് ടെൻസിൽ വരേണ്ടത്. ഐ മേക്ക് ഹിം. ചെയ്യിപ്പിച്ചു എന്ന് പറയാൻ ഐ മെയ്ഡ് ഹിം. ചെയ്യിപ്പിക്കാറുണ്ട് ഐ മേക്ക് ഹിം. അപ്പൊ ഐ ആയതുകൊണ്ട് ഐ മേക്ക് ഹിം എന്ന് പറഞ്ഞു. ഷീ ആയിരുന്നെങ്കിൽ ഷീ മേക്സ് ഹിം എന്ന് പറയുമായിരുന്നു. ഇതൊന്ന് നോക്കൂ. അവരെപ്പോഴും ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ കാത്തു നിർത്തിക്കാറുണ്ട്, വെയിറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അവര് ചെയ്യിപ്പിക്കാറുണ്ട് പ്രസന്റ് ടെൻസ് ആണ് അല്ലെ. അപ്പൊ എന്ത് പറയും? ദേ ഓൾവേസ് മേക്ക് അസ് വെയിറ്റ്. അവിടെ ദേ ആയതുകൊണ്ടാണ് നമ്മൾ ദേ ഓൾവേസ് മേക്ക് അസ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ദേ വരുമ്പോ പിന്നെ മേക്കിന്റെ കൂടെ എസ് ചേർക്കണ്ടല്ലോ പ്രസന്റ് ടെൻസ് ആണെങ്കിലും. നേരെ മറിച്ച് അയാൾ എപ്പോഴും അങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാറുണ്ടെന്ന് പറയാൻ ഹി ഓൾവേസ് മേക്സ് അസ് വെയിറ്റ് എന്ന് പറയുമായിരുന്നു. ഇനി ഇങ്ങനെ പറയണമെങ്കിലോ, അവര് ഞങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവിടെ പ്രസന്റ് ടെൻസ് ആണ്, ഇങ്ങനെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ അല്ലെ. അവിടെ എന്ത് പറയും? ദേ ആർ മേക്കിംഗ് അസ് വെയിറ്റ്. അപ്പൊ ഈ മേക്ക് എന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവ് വേർബ് തന്നെ നമ്മൾ എന്തൊക്കെ രീതിയിൽ ഉപയോഗിച്ച് നോക്കൂ. ചെയ്യിപ്പിച്ചു എന്ന് പറയാൻ ദേ മെയ്ഡ് അസ് എന്ന് പറയാം. ചെയ്യിപ്പിക്കാറുണ്ട് എന്ന് പറയാൻ ദേ മേക്ക് അസ് എന്ന് പറയും. അവരിപ്പോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ ദേ ആർ മേക്കിംഗ് അസ് വെയിറ്റ് എന്ന് പറഞ്ഞു. അടുത്ത സെന്റൻസ് സിമ്പിൾ ആണ്, നിങ്ങൾ ട്രൈ ചെയ്യൂ. ഞാൻ അവരെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ മനസ്സിലായല്ലോ, ചെയ്യിപ്പിക്കുകയാണ്. അതിങ്ങനെ തുടർന്ന് നടക്കുകയാണ് അല്ലെ, കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷൻ ആണ്. അവിടെ എന്ത് പറയും? ഐ, ഞാനാണല്ലോ. ഐ ആം മേക്കിംഗ് ദെം. ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ. ഐ ആം മേക്കിംഗ് ദെം ഡു ദെയർ ഹോംവർക്ക്. അവരുടെ ഹോംവർക്ക് ആണല്ലോ, അതുകൊണ്ടാണ് ഡു ദെയർ ഹോംവർക്ക് എന്ന് പറഞ്ഞു കേട്ടോ. ഡു ദ ഹോംവർക്ക് എന്ന് മാത്രം പറയാം, തെറ്റൊന്നുമില്ല. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഐ എം മേക്കിംഗ് ദെം ഡു ദെയർ ഹോംവർക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫ്യൂച്ചർ ടെൻസിലും പറയേണ്ടി വരും. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ അവളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കും. എന്ത് പറയും? മാപ്പ് പറയുക എന്നുള്ളതിന് നമുക്ക് അപ്പോളജൈസ് എന്ന് പറയാം. ഇവിടെ എന്താ പറയാ? ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യിക്കും എന്നല്ലേ പറഞ്ഞേ. ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യണം. ഐ വിൽ മേക്ക് ഹെർ അപ്പോളജൈസ്. ഐ വിൽ മേക്ക് ഹെർ. ഐ മേക്ക് ഹെർ അപ്പോളജൈസ്. ഇനി ഇതൊന്ന് പാസ്റ്റ് ടെൻസിൽ പറഞ്ഞു നോക്കിയേ. ഞാൻ അവളെ കൊണ്ട് മാപ്പ് പറയിച്ചു. ഐ മെയ്ഡ് ഹെർ അപ്പോളജൈസ്. ഇപ്പൊ ഈസി ആയില്ലേ? ഇനി ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയില്ലല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യം ഒരാളെ കൊണ്ട് നിർബന്ധപൂർവം ചെയ്യിപ്പിച്ചു. അവിടെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു നിർബന്ധപൂർവം ചെയ്തു എന്നുള്ളൊരു അർത്ഥം വരേണ്ടി വരുമ്പോഴാണ് നമ്മൾ ഈ മേക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മെയ്ഡ് എന്ന് പറയണം, ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ വിൽ മേക്ക് എന്ന് പറയണം. ഇപ്പൊ നമ്മൾ ഒരു കോസറ്റീവ് വേർബ് കണ്ടു, മേക്ക് എന്ന് പറയുന്ന കോസറ്റീവ് വേർബ്. ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ നമ്മൾ ഉപയോഗിക്കുന്ന വേറെ കോസറ്റീവ് വേർബ്സും ഉണ്ട് ഇംഗ്ലീഷിൽ. അതാണ് നമ്മൾ ഇനി ഓരോന്നായിട്ട് കാണുന്നത്. വളരെ ആവശ്യം വരുന്ന ഒരു വേർബാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ സെന്റൻസ് പറയാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഞാൻ ഫാൻ നന്നാക്കി. അപ്പൊ നമ്മുടെ വീട്ടിലുള്ളൊരു ഫാൻ ചെറിയ എന്തൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ നമുക്കത് തനിയെ നന്നാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ നമുക്ക് എന്ത് പറയാം? ഐ റിപ്പയർഡ് ദ ഫാൻ. ഫാൻ നന്നാക്കുക എന്നുള്ളത് നമുക്ക് റിപ്പയർ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫിക്സ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇവിടെ ഫിക്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അവിടെ പിടിപ്പിച്ചു എന്നല്ല,
ഈ റിപ്പയർ എന്നുള്ള അതേ അർത്ഥത്തിൽ നമുക്ക് ഫിക്സ് എന്നും യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഞാനിപ്പോൾ റിപ്പയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് പാസ്റ്റ് ടെൻസ് ആണ്. ഐ റിപ്പയർഡ് ദ ഫാൻ എന്ന് പറഞ്ഞു. ഇനി ഇങ്ങനൊരു കോണ്ടെക്സ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾ ഈ ഫാൻ നന്നാക്കാനായിട്ട് ആരെങ്കിലും വിളിച്ചിരുന്നു എന്നിരിക്കട്ടെ. അയാൾ വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ തനിയെ ഇത് റിപ്പയർ ചെയ്തത്. നമ്മളിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാളുടെ കോൾ വന്നു, ഞാൻ വരട്ടെ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഞാൻ ഓൾറെഡി ഇത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും, അല്ലേ? എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കാം, അയാൾ വിളിച്ചപ്പോഴേക്കും ഞാനത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? അയാൾ വിളിച്ചപ്പോഴത്തേക്കും നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇയാളുടെ കോൾ വന്നതെന്നാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പൊ ആ ഒരു സെന്റൻസിന്റെ ഭാഗമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഫാൻ റിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ പറയും? ഐ ഹാഡ് റിപ്പയർഡ് ദ ഫാൻ. ആ ഹാഡ് വന്ന് എന്തിനാന്നറിയാമോ? ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരുന്നു എന്ന് പറയേണ്ടി വരുമ്പോഴാണ് ഈ ഐ ഹാഡ് റിപ്പയർഡ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ ഐ റിപ്പയർഡ് എന്ന് വെച്ചാൽ ഞാൻ ഫാൻ നന്നാക്കി എന്ന് മാത്രമേ ഉള്ളൂ. നന്നാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ് റിപ്പയർഡ് ദ ഫാൻ എന്ന് പറയും. പക്ഷെ നമുക്ക് പഠിക്കേണ്ട കാര്യം അതല്ല. നമുക്ക് ഇങ്ങനെയാണ് പറയേണ്ടതെന്നിരിക്കട്ടെ, ഞാൻ ഫാൻ റിപ്പയർ ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ റിപ്പയർ ചെയ്യിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഈ ഫാനിൽ തൊട്ടിട്ടില്ല, വേറൊരാളെ കൊണ്ട് നമ്മൾ ആ പണി ചെയ്യിപ്പിച്ചു. അപ്പൊ ചിലപ്പോൾ നമ്മൾ അയാൾക്ക് പൈസ കൊടുത്ത് ഒരു സർവീസ് പോലെ നമ്മൾ ചെയ്യിപ്പിക്കുന്നതായിരിക്കും അയാളെ കൊണ്ട്. പലപ്പോഴും അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ ഫാൻ റിപ്പയർ ചെയ്യിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ വരുന്ന എങ്ങനെയാണെന്നറിയാമോ? ഐ ഹാഡ് ദ ഫാൻ റിപ്പയർഡ്. ശ്രദ്ധിച്ച് വായിച്ചോ അത്? ഐ ഹാഡ് ദ ഫാൻ റിപ്പയർഡ്. നിങ്ങൾ അതിന് തൊട്ട് മുകളിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിലുള്ള സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കൂ. ഐ ഹാഡ് റിപ്പയർഡ് ദ ഫാൻ. പക്ഷെ താഴത്ത് എന്താണ്? ഐ ഹാഡ് ദ ഫാൻ റിപ്പയർഡ്. രണ്ടും തമ്മിലുള്ള അർത്ഥത്തിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യത്തേൽ പറയുന്നത് ഞാൻ ഫാൻ റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഐ ഹാഡ് റിപ്പയർഡ് എ ഫാൻ. രണ്ടാമത്തേൽ പറയുന്നത് ഞാൻ വേറെ ആരെയോ കൊണ്ട് ഫാൻ റിപ്പയർ ചെയ്യിച്ചു എന്ന്. അങ്ങനെ പറയാൻ നമ്മൾ ഉപയോഗിച്ച ആ ഒരു പാറ്റേൺ നോക്കൂ. ഐ ഹാഡ് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് എന്താണ്? വന്നത് എന്താണ്? എന്തിനാണ് നമ്മൾ അവിടെ റിപ്പയർ ചെയ്തത്? ഫാൻ അല്ലേ? ആ ഒബ്ജക്റ്റിന്റെ പേരാണ് പറയേണ്ടത്. ഐ ഹാഡ് ദ ഫാൻ റിപ്പയർഡ്. മനസ്സിലായോ? അപ്പൊ ഇവിടുത്തെ വേർബ് ശരിക്കും പറഞ്ഞാൽ റിപ്പയർഡ് എന്ന് പറയുന്നതാണ്. അതിന് മുൻപ് കണ്ട ഹാഡ് ഉണ്ടല്ലോ, ഐ ഹാഡ്, ആ ഹാഡ് എന്ന് പറയുന്നത് ഇവിടുത്തെ കോസറ്റീവ് വേർബ് ആണ്. ക്ലിയർ ആയോ? നേരത്തെ നമ്മൾ മേക്ക് കണ്ടില്ലേ, അത് നമ്മൾ മെയ്ഡ് എന്നൊക്കെ ആക്കി ഉപയോഗിച്ചില്ലേ പാസ്റ്റ് ടെൻസിൽ വരാൻ? അതേപോലെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ സെന്റൻസിൽ ഹാഡ് റിപ്പയർഡ് എന്ന് പറയുന്നതാണ് വേർബ്. അപ്പൊ ഹാഡിന്റെ കൂടെ റിപ്പയർഡ്, ആ വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് റിപ്പയർഡ് എന്ന് പറയുന്നത് കേട്ടോ. അത് വേർബായിട്ട് വന്നു. രണ്ടാമത്തെ സെന്റൻസിൽ റിപ്പയർഡ് മാത്രമാണ് വേർബ്, പക്ഷെ ഹാഡ് എന്ന് പറയുന്നത് കോസറ്റീവ് വേർബാണ്. ക്ലിയർ ആയല്ലോ? പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ടാമത്തെ സെന്റൻസിലും റിപ്പയർഡ് എന്ന് പറയുന്നത് വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. നിങ്ങൾക്കറിയാലോ വേർബിന്റെ 3 ഫോംസ്. റിപ്പയർഡ്, റിപ്പയർഡ്, റിപ്പയർഡ്. ആ മൂന്നാമത്തെ ഫോമാണ് ഇവിടെ വരേണ്ടത്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് കാണാം, അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. ഞാൻ ചുവരുകള് പെയിന്റ് ചെയ്യിച്ചു. നമ്മളല്ലല്ലോ സാധാരണ പെയിന്റ് ചെയ്യുക, വേറെ ആരെങ്കിലും കൊണ്ട് പെയിന്റ് ചെയ്യിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്, പൈസ കൊടുത്തിട്ട്, അല്ലേ? ഇതെങ്ങനെ പറയും? ഐ ഹാഡ് ദ വാൾസ് പെയിന്റഡ്. അപ്പൊ ഐ ഹാഡ് ചെയ്യിച്ചു, ഒരാൾക്ക് നമ്മൾ പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ ഐ ഹാഡ് എന്താ ചെയ്യിപ്പിച്ചേ? വാൾസ്, അല്ലെ? ചുവരുകള്. അപ്പൊ ഐ ഹാഡ് കഴിഞ്ഞിട്ട് ആ ഒബ്ജക്റ്റ് ആണ് വരേണ്ടത്. ഐ ഹാഡ് ദ വാൾസ് എന്താ ചെയ്തേ? പെയിന്റ് ചെയ്യിപ്പിച്ചു എന്ന് പറയണം. പെയിന്റ്, അല്ലെ? അതാണ് വേർബ്. ആ പെയിന്റ് എന്ന് പറയുന്ന വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഈ പെയിന്റഡ്. പെയിന്റ്, പെയിന്റഡ്, പെയിന്റഡ്. അതാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഐ ഹാഡ് ദ വാൾസ് പെയിന്റഡ്. ഇനി എനിക്ക് ഇങ്ങനെ പറയണമെങ്കിലോ, ഞാൻ എല്ലാ വർഷവും ചുവരുകൾ പെയിന്റ് ചെയ്യിക്കാറുണ്ട്. അവിടെ എന്ത് പറയും? ഐ ഹാവ് ദ വാൾസ് പെയിന്റഡ് എവ്രി ഇയർ. അതായത് ഇത് എല്ലാ വർഷവും ചെയ്യുന്നതല്ലേ, അപ്പൊ അവിടെ നമ്മൾ പ്രസന്റ് ടെൻസ് അല്ലേ ഉപയോഗിക്കേണ്ടത്, അല്ലെ? അതിനാണ് ഞാൻ ഇവിടെ ഐ ഹാവ് എന്ന് പറഞ്ഞത്. അപ്പൊ ഹാവ് ആ വേർബിന്റെ പ്രസന്റ് ഫോമാണ് ഉപയോഗിച്ചത് ഇവിടെ നമ്മൾ ഐ ആയതുകൊണ്ട്. ഐ ഹാവ് ദ വാൾസ് പെയിന്റഡ് എവ്രി ഇയർ. അവിടെയും വന്ന ആ ഒരു ഓർഡർ സെയിം തന്നെയാണ്. ഐ കഴിഞ്ഞിട്ട് ഹാവ്, പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തിനാ നമ്മൾ പെയിന്റ് ചെയ്യിക്കാറുള്ളത്? ചുവരുകളെ, വാൾസ്, അത് വന്നു.
അത് കഴിഞ്ഞിട്ട് ആ പെയിന്റഡ് എന്ന മൂന്നാമത്തെ ഫോം തന്നെ, വേർബിന്റെ മൂന്നാമത്തെ ഫോം തന്നെ യൂസ് ചെയ്തു. അപ്പോൾ ആ ഒരു ഓർഡർ പഠിച്ചെടുത്താൽ മതി. ഇനി ഞാൻ ഇങ്ങനെ പറയാം കേട്ടോ, ഞാൻ ചുവരുകൾ പെയിന്റ് ചെയ്യിക്കും അല്ലെങ്കിൽ പെയിന്റ് ചെയ്യിപ്പിക്കും. അപ്പൊ അത് ഫ്യൂച്ചർ ടെൻസ് അല്ലേ, വിൽ വരണ്ടേ. അപ്പൊ എന്ത് പറയും? ഐ വിൽ ഹാവ് ദ വാൾസ് പെയിന്റഡ്. കണ്ടോ, അവിടെ എനിക്ക് ഐ വിൽ ഹാവ് എന്ന് പറയേണ്ടി വന്നു. അത് മാത്രം വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഐ വിൽ ഹാവ് ദ വാൾസ് പെയിന്റഡ്. അപ്പൊ ആ 3 ടെൻസസിൽ വന്നത് എങ്ങനെയാന്ന് നിങ്ങളൊന്ന് നോക്കൂ. ഞാൻ ചുവരുകൾ പെയിന്റ് ചെയ്യിച്ചു എന്ന് പറയാൻ ഐ ഹാഡ് ദ വാൾസ് പെയിന്റഡ്. ഞാൻ ചുവരുകൾ പെയിന്റ് ചെയ്യിക്കാറുണ്ട്, പ്രസന്റ് ടെൻസ്, പറയാൻ ഐ ഹാവ് ദ വാൾസ് പെയിന്റഡ്. ഞാൻ ചുവരുകൾ പെയിന്റ് ചെയ്യിക്കും, ഐ വിൽ ഹാവ് ദ വാൾസ് പെയിന്റഡ്. അപ്പൊ വ്യത്യാസം വന്നത് ആദ്യത്തെ ആ ഒരു കോസറ്റീവ് വേർബിൽ മാത്രമാണ്. അവിടെയാണ് നമ്മൾ ടെൻസ് മാറ്റി മാറ്റി കൊടുക്കുന്നത്. ഇനി അടുത്ത സെന്റൻസ് നിങ്ങൾ തനിയെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ സിറ്റുവേഷൻ പറയാം. എനിക്ക് എന്റെ കൈ ഒന്ന് മാനിക്യൂർ ചെയ്യണം എന്ന് തോന്നി. മാനിക്യൂർ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ കൈവിരലുകളൊക്കെ നല്ല ഭംഗിയാക്കി നഖങ്ങളൊക്കെ വെട്ടി പെയിന്റ് ചെയ്തൊക്കെ തരുന്നതിനാണ് മാനിക്യൂർ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നഖമൊക്കെ നല്ല ഭംഗിയാക്കി വെട്ടി നെയിൽ ഇനാമലൊക്കെ ഇട്ട് തരുന്നതിന് നമുക്ക് പറയാവുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ടു ഡു ദ നെയിൽസ്. ടു ഡു ദ നെയിൽസ്. മനസ്സിലായല്ലോ? അപ്പൊ എനിക്ക് പറയേണ്ടത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതായത് ഇവരെ കൊണ്ട് ഞാൻ എന്റെ നഖങ്ങള് ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം. മനസ്സിലായോ? അവിടെ എങ്ങനെ പറയും? ഐ എം ഹാവിങ് മൈ നെയിൽസ് ഡൺ. ഐ എം ഹാവിങ് മൈ നെയിൽസ് ഡൺ. ശരിയല്ലേ? ഐ എം ഹാവിങ്, ഞാനിത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനെയാണ് നമ്മളിങ്ങനെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്നത്? നെയിൽസിനെയാണ് അല്ലെ? അതുകൊണ്ടാണ് അതാദ്യം അത് വന്നത്. ഐ എം ഹാവിങ് മൈ നെയിൽസ് ഡൺ. അപ്പൊ ഡു എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്, അതിന്റെ മൂന്നാമത്തെ ഫോം ആണ് ഈ ഡൺ. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തത് കേട്ടോ. ഇനി നീ എന്നെ വിളിച്ചപ്പോ ഞാൻ എന്റെ നഖങ്ങൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പാസ്റ്റ് ടെൻസ് പറയണമെങ്കിലോ അവിടെ എന്ത് പറയും? ഐ വാസ് ഹാവിങ് മൈ നെയിൽസ് ഡൺ when you called me. I was having my nails done. കണ്ടോ, സെയിം കാര്യമാണ് ടെൻസ് മാറ്റി നമ്മൾ പറഞ്ഞു. ആദ്യത്തേതില് I am having my nails done, രണ്ടാമത്തേതില് I was having my nails done. നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, നമ്മൾ ഇതുവരെ കണ്ട സെന്റൻസസിലൊന്നും തന്നെ ആരെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? നമ്മൾ ഇങ്ങനെ ചെയ്യിപ്പിച്ചു, നമ്മൾ ചെയ്യിപ്പിക്കും, നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞുള്ളൂ. ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞില്ലായിരുന്നു. അതെങ്ങനെ പറയുന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു സെന്റൻസ് പറയാണ്, ഞങ്ങള് കാറ് റിപ്പയർ ചെയ്യിപ്പിച്ചു. അത് നിങ്ങളൊന്ന് പറഞ്ഞേ. വി ഹാഡ് ദ കാർ റിപ്പയർഡ്. ശരിയല്ലേ? ചെയ്യിപ്പിച്ചു, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് വി ഹാഡ് എന്ന് പറഞ്ഞു. എന്തിനാ ചെയ്യിപ്പിച്ചേ? കാറിനെ. വി ഹാഡ് ദ കാർ റിപ്പയർഡ്. അതല്ലേ വേർബ്? റിപ്പയർ ചെയ്യിപ്പിച്ചു എന്നല്ലേ പറഞ്ഞേ? അതിന്റെ മൂന്നാമത്തെ ഫോമാണ് ഈ റിപ്പയർഡ്. പക്ഷെ ഇനി ഞാനൊരു കാര്യം കൂടെ ഇവിടെ എടുത്തു പറയാണ്, ഞങ്ങള് ഒരു മെക്കാനിക്കിനെ കൊണ്ട് കാറ് റിപ്പയർ ചെയ്യിപ്പിച്ചു എന്ന് പറയണം. അപ്പൊ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് നമ്മൾ എടുത്തു പറഞ്ഞില്ലേ? അത് ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്, വി ഹാഡ് ദ കാർ റിപ്പയർഡ് ബൈ എ മെക്കാനിക്. ആരെ കൊണ്ടാ ചെയ്യിപ്പിച്ചേ? ഒരു മെക്കാനിക്കിനെ കൊണ്ട്. അത് നമ്മൾ ഇങ്ങനെ ചേർത്തു, ബൈ എ മെക്കാനിക്. അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അത് കിട്ടാനാണ് നമ്മൾ ബൈ എന്ന് പറയുന്നത് കേട്ടോ. ബൈ എ മെക്കാനിക് എന്ന് പറഞ്ഞു. പക്ഷേ പലപ്പോഴും നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഈ രീതിയിലായിരിക്കില്ല. അത് ഇങ്ങനെ ആയിരിക്കും ഒരു പക്ഷെ പറയുക. ഇപ്പൊ ഞാൻ കാണിച്ച സെന്റൻസ് നിങ്ങൾക്ക് കാണാമല്ലോ, വി ഹാഡ് ദ കാർ റിപ്പയർഡ് ബൈ എ മെക്കാനിക് എന്നല്ലേ? അത് ഇങ്ങനെയും പറയാം, വി ഹാഡ് എ മെക്കാനിക് റിപ്പയർ ദ കാർ. എങ്ങനെ അവിടെ വന്നേ നോക്കിയേ? ആദ്യത്തെ സെന്റൻസിൽ എന്താ വന്നിരിക്കുന്നത് നോക്കിയേ? വി ഹാഡ് ദ കാർ റിപ്പയർഡ് ബൈ ദ മെക്കാനിക് അല്ലെ? അവിടെ റിപ്പയർഡ് എന്ന് വന്നു. ആ വേർബിന്റെ മൂന്നാമത്തെ ഫോമാണ് യൂസ് ചെയ്തത്. പക്ഷെ ഇപ്പൊ ഞാൻ തന്ന രണ്ടാമത്തെ സെന്റൻസിൽ എങ്ങനെ വന്നേ നോക്കൂ, വി ഹാഡ് എ മെക്കാനിക്. അതായത് വി ഹാഡ് കഴിഞ്ഞിട്ട് വരേണ്ടത് ആരെ കൊണ്ടാ ചെയ്യിച്ചേ? ആ സർവീസ് ചെയ്ത് തന്ന ആളാരാണ്? മെക്കാനിക്. അത് വരണം. വി ഹാഡ് എ മെക്കാനിക്. അയാൾ എന്താ ചെയ്തേ? റിപ്പയർ ചെയ്തു തന്നു. അപ്പൊ ഈ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ള വാക്കുണ്ടല്ലോ, മെക്കാനിക്, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേർബിന്റെ ബേസ് ഫോം ആണ് പറയേണ്ടത്. വി ഹാഡ് എ മെക്കാനിക് റിപ്പയർ ദ കാർ. അപ്പൊ ഇങ്ങനെ പറയുമ്പോ നമ്മൾ അവിടെ ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. ആദ്യത്തേതിൽ അങ്ങനെ ആയിരുന്നില്ല, വി ഹാഡ് ദ കാർ റിപ്പയർഡ് എന്ന് പറഞ്ഞു. ഇവിടെ വി ഹാഡ് ദ മെക്കാനിക് അല്ലെങ്കിൽ വി ഹാഡ് എ മെക്കാനിക് റിപ്പയർ ദ കാർ. ഇനി ഈ സെന്റൻസ് നോക്കൂ, ഞാൻ എന്റെ ചേച്ചിയെ കൊണ്ട്
ഫോട്ടോസ് എടുപ്പിച്ചു. അപ്പൊ എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് കിട്ടണമായിരുന്നു. അത് ഞാൻ ചേച്ചിയെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. അപ്പൊ നമുക്കിത് എങ്ങനെ പറയാം? നമ്മൾ ആദ്യം കണ്ട ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. ഐ ഹാഡ് ദ ഫോട്ടോസ് ടേക്കൻ, അല്ലെ? ഞാൻ ഫോട്ടോസ് എടുപ്പിച്ചു. ഐ ഹാഡ് ദ ഫോട്ടോസ് ടേക്കൻ. ആരെ കൊണ്ടാ ചെയ്യിപ്പിച്ചേ? ചേച്ചിയെ കൊണ്ട്. അതിനെ ആഡ് ചെയ്യാം. ഐ ഹാഡ് ദ ഫോട്ടോസ് ടേക്കൻ ബൈ മൈ സിസ്റ്റർ എന്ന് പറയാം. ശരിയല്ലേ? അപ്പൊ ഇവിടെ എങ്ങനെ വന്നെന്ന് കണ്ടല്ലോ. ഈ സെന്റൻസിൽ ഐ ഹാഡ്, അത് കഴിഞ്ഞിട്ട് എന്താണ് എടുപ്പിച്ചത്? ഫോട്ടോസ്. അത് വന്നു. ഐ ഹാഡ് ദ ഫോട്ടോസ് ടേക്കൻ, എടുക്കുക, ഫോട്ടോ എടുക്കുക എന്നുള്ളതിന് നമുക്ക് ടേക്ക് എന്നുള്ള വേർബ് യൂസ് ചെയ്യാം. അതിന്റെ മൂന്നാമത്തെ ഫോമാ വന്നേ. ഐ ഹാഡ് ദ ഫോട്ടോസ് ടേക്കൻ ബൈ മൈ സിസ്റ്റർ. പക്ഷെ അതെനിക്ക് ഇങ്ങനെ പറയാം. ഐ ഹാഡ് മൈ സിസ്റ്റർ ടേക്ക് ദ ഫോട്ടോസ്. മനസ്സിലായ വ്യത്യാസം? ഐ ഹാഡ് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ പറഞ്ഞത് ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണ്. അങ്ങനെ വരുമ്പോ എന്താ വന്നേന്ന് നോക്കൂ. ഐ ഹാഡ് മൈ സിസ്റ്റർ, പിന്നെ ടേക്കൻ അല്ല, ടേക്ക്, വേർബിന്റെ ബേസ് ഫോം വരണം. ഐ ഹാഡ് മൈ സിസ്റ്റർ ടേക്ക് ദ ഫോട്ടോസ്. ഇനി അടുത്ത സെന്റൻസ് നോക്കിയേ. അയാളുടെ സെക്രട്ടറിയെ കൊണ്ട് ഇമെയിൽ അയപ്പിച്ചു എന്ന് പറയണം. അപ്പൊ നമുക്ക് രണ്ട് മെത്തേഡിൽ ഇതൊന്ന് പറഞ്ഞു നോക്കാം. ആദ്യത്തേതിൽ നമുക്ക് ഇങ്ങനെ ബൈ ദ സെക്രട്ടറി, ആ രീതി ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ എങ്ങനെ പറയും? അയാള് ഇമെയിൽ അയപ്പിച്ചു. He had the email sent by his secretary. മനസ്സിലായോ? He had the email sent by his secretary. അപ്പൊ അവിടെ എങ്ങനെയാണ് വന്ന ഓർഡർ നോക്കൂ. He had, അയപ്പിച്ചു എന്ന് പറയണ്ടേ, പാസ്റ്റ് ടെൻസ്. He had കഴിഞ്ഞിട്ട് അയാൾ എന്താണ് അയപ്പിച്ചേ? ഇമെയിൽ. അത് വന്നു. He had the email. അത് കഴിഞ്ഞിട്ട് അയക്കുക എന്നുള്ള വേർബിന്റെ മൂന്നാമത്തെ ഫോം send, SENT. അത് ആ verb 3 ഫോം ആണ്. He had the email sent by his secretary. പക്ഷെ ഇനി ഞാൻ ഇങ്ങനെ പറയാൻ പോവാ. He had his secretary send the email. അവിടെ എങ്ങനെയാ വന്നതെന്ന് കണ്ടോ? He had his secretary കഴിഞ്ഞിട്ട് വന്നത് send, ബേസ് ഫോം ആണ്. SEND, ബേസ് ഫോം ആണ് വന്നത്. അപ്പൊ സാധാരണ നമ്മൾ ഈ രണ്ടാമത്തെ മെത്തേഡിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുള്ളത്. അതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. ഇത് നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിൽ വരും. ഒരുപാട് സെന്റൻസസ് ഇങ്ങനെ പറഞ്ഞു നോക്കണം. ആദ്യം ഈ തന്നിരിക്കുന്ന സെന്റൻസസ് തന്നെ നിങ്ങൾ പലതവണ പറയണം, റിപ്പീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് സെന്റൻസസ് പറഞ്ഞു നോക്കണം. ഇനി അടുത്ത സെന്റൻസ് നിങ്ങൾ തനിയെ ഒന്ന് പറഞ്ഞു നോക്കണം. ഞാൻ ഒരു ഷർട്ട് വാങ്ങി. അപ്പൊ അതിന് വലിപ്പം കൂടുതലായിരുന്നതുകൊണ്ട് ഒരു ടൈലറിനെ കൊണ്ട് അത് ഓൾട്ടർ ചെയ്യിപ്പിച്ചു. ഓൾട്ടർ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പാകം നമുക്ക് പറ്റിയതുപോലെ ആക്കിയെടുക്കുക. ഓക്കെ, അതെങ്ങനെ പറയും? ഐ ഹാഡ് എ ടൈലർ ഓൾട്ടർ മൈ ഷർട്ട്. അപ്പൊ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തു പറഞ്ഞത്. ഐ ഹാഡ് എ ടൈലർ, ഒരു ടൈലറിനെ കൊണ്ട്. ഐ ഹാഡ് എ ടൈലർ ഓൾട്ടർ മൈ ഷർട്ട്, അല്ലെങ്കിൽ ഓൾട്ടർ മൈ ഡ്രസ്. അപ്പൊ ഐ ഹാഡ് മൈ ടൈലർ കഴിഞ്ഞ് വന്നത് ഓൾട്ടർ എന്നുള്ള ആ ഒരു ബേസ് ഫോം ആണ്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയായിരുന്നു. ഐ ഹാഡ് മൈ ഷർട്ട് ഓൾട്ടേർഡ് ബൈ എ ടൈലർ. അവിടെ ഓൾട്ടേർഡ് എന്ന് വന്നു. കാരണം അവിടെ നമ്മൾ പറഞ്ഞ ഐ ഹാഡ് മൈ ഷർട്ട് ഓൾട്ടേർഡ് ബൈ എ ടൈലർ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു രീതി മനസ്സിലായല്ലോ. എങ്കിൽ ഒരെണ്ണം കൂടെ ഞാൻ പറയാം. ഞാൻ എന്റെ ബൈക്ക് ഒരു മെക്കാനിക്കിനെ കൊണ്ട് റിപ്പയർ ചെയ്യിപ്പിച്ചു, അതായത് നന്നാക്കിച്ചു എന്ന്. ഇവിടെ ഞാൻ റിപ്പയർ ചെയ്യിപ്പിച്ചു എന്നാണ് പറഞ്ഞതെങ്കിലും ഞാനിവിടെ വേറൊരു വേർബ് യൂസ് ചെയ്യാൻ പോവാണ് കേട്ടോ, ഫിക്സ് എന്നുള്ളത്. അങ്ങനെ നമുക്ക് പറയാലോ. അപ്പൊ ഇവിടെ എന്ത് പറയും? ഐ ഹാഡ് മൈ ബൈക്ക് ഫിക്സ്ഡ് ബൈ എ മെക്കാനിക്. മനസ്സിലായല്ലോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, നമ്മളൊരു മെക്കാനിക്കിനെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അയാൾക്ക് പൈസ കൊടുത്ത് ആ സർവീസ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. അവിടെ നമ്മൾ കൂടുതലും ഹാവ് എന്നുള്ള പോസിറ്റീവ് വേർബ് ആയിരിക്കും യൂസ് ചെയ്യുക. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഞാൻ വീട്ടില് എന്റെ ചേട്ടനെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിച്ചു എന്നിരിക്കട്ടെ. അവിടെ നമ്മൾ പൈസയൊന്നും കൊടുക്കുന്നില്ല, വളരെ കാഷ്വൽ ആയിട്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരു പക്ഷെ ഹാവിനേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു പോസിറ്റീവ് വേർബ് ഉണ്ട്, ഗെറ്റ്. അത് നമുക്ക് അവിടെ ഉപയോഗിക്കാം. അപ്പൊ ഇതേപോലെ തന്നെയാണ് അവിടെയും പറയുക. ഞാൻ പറയും ഐ ഗോട്ട് മൈ ബൈക്ക് ഫിക്സ്ഡ് ബൈ മൈ ബ്രദർ. ഇവിടെ എന്റെ ബ്രദർ അല്ലേ ചെയ്തു തന്നെ. ഐ ഗോട്ട് മൈ ബൈക്ക് ഫിക്സ്ഡ് ബൈ മൈ ബ്രദർ. മനസ്സിലായോ? അപ്പൊ എന്താ ഇവിടെ പറ്റിയത്? ആദ്യം ഐ ഹാഡ് എന്ന് പറഞ്ഞു, ഇവിടെ അതിന് പകരം ഈ ഗെറ്റ് എന്നുള്ള പോസിറ്റീവ് വേർബിന് പാസ്റ്റ് ടെൻസ് ഗോട്ട് യൂസ് ചെയ്തു. ഐ ഗോട്ട് മൈ ബൈക്ക് ഫിക്സ്ഡ്. അപ്പൊ ഇവിടെയും ആ ഫിക്സ്ഡ് മൂന്നാമത്തെ ഫോം തന്നെ ഉപയോഗിച്ചു. പക്ഷെ ഈ സെന്റൻസ് നമുക്ക് ഇങ്ങനെ പറയാലോ, ഐ ഹാഡ് എ മെക്കാനിക് ഫിക്സ് മൈ ബൈക്ക് എന്ന് പറയാമല്ലോ. അങ്ങനെ പറയാനും നമ്മൾ പഠിച്ചില്ലേ? ഇതെങ്ങനെയാണ് ഈ ഗെറ്റ് വരുമ്പോ യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഐ ഗോട്ട് എ മെക്കാനിക് ടു ഫിക്സ്
മൈ ബൈക്ക് എന്ന് പറയണം. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഈ ഗെറ്റും ഹാവും തമ്മിൽ. ആദ്യത്തേല് നോക്കൂ, ഐ ഹാഡ് എ മെക്കാനിക് ഫിക്സ് മൈ ബൈക്ക്. രണ്ടാമത്തേല് ഐ ഗോട്ട് എ മെക്കാനിക് ടു ഫിക്സ് മൈ ബൈക്ക്. അപ്പൊ ഈ ഗോട്ട് വരുമ്പോ ആരെ കൊണ്ട് ചെയ്യിച്ചു എന്നുള്ളത് വരുന്നുണ്ടല്ലോ, ഐ ഗോട്ട് എ മെക്കാനിക്. അത് കഴിഞ്ഞാൽ ടു കൂടെ ചേർക്കണം ബേസ് ഫോമിന്റെ കൂടെ. അതായത് ടു കൂടെ ചേർന്ന ആ ഒരു ഇൻഫിനിറ്റീവ് ഫോം, ആ ഒരു ബേസ് ഫോം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ടു ഉപയോഗിക്കാൻ ഇവിടെ മറക്കരുത്. ഇത് നോക്കൂ, റീന കുട്ടികളെ കൊണ്ട് അവരുടെ മുറി വൃത്തിയാക്കിച്ചു, ക്ലീൻ ചെയ്യിച്ചു. ഇവിടെ നമുക്ക് ഗോട്ട് യൂസ് ചെയ്യണം കേട്ടോ. എന്ത് പറയും? റീന ഗോട്ട് ദ കിഡ്സ് ടു ക്ലീൻ their റൂം. കണ്ടോ, റീന ഗോട്ട് ദ കിഡ്സ് ടു ക്ലീൻ, ആ ടു വരണം, ടു ക്ലീൻ their റൂം. അപ്പൊ ഇതെങ്ങനെ പറയും? അയാൾ അയാളുടെ അസിസ്റ്റന്റിനെ കൊണ്ട് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യിപ്പിച്ചു. അവിടെ എന്താ പറയാ ഈ ഗോട്ട് യൂസ് ചെയ്തിട്ട്? ഹി ഗോട്ട് ഹിസ് അസിസ്റ്റന്റ് ടു ബുക്ക് ദി ടിക്കറ്റ്സ്. കണ്ടോ, ടു ബുക്ക് എന്ന് പറയണം. ഹി ഗോട്ട് ഹിസ് അസിസ്റ്റന്റ് ടു ബുക്ക് ദി ടിക്കറ്റ്സ്. ഞാൻ എന്റെ ചേട്ടനെ കൊണ്ട് ഒരു ഫോൺ വാങ്ങിപ്പിച്ചു. ഗോട്ട് വെച്ചിട്ട് എങ്ങനെയാ പറയാ? ഐ ഗോട്ട് മൈ ബ്രദർ ടു ബൈ മീ എ ഫോൺ. കണ്ടോ, ഐ ഗോട്ട് മൈ ബ്രദർ ടു ബൈ മീ എ ഫോൺ എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി വാങ്ങിപ്പിച്ചു എന്ന്. അതാണ് ടു ബൈ മീ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയണായിരുന്നു, ഐ ഗോട്ട് മൈ ബ്രദർ ടു ബൈ എ ഫോൺ ഫോർ മീ എന്ന് പറയണായിരുന്നു. ഇനി ഞാൻ എന്റെ ചേച്ചിയെ കൊണ്ട് പാത്രങ്ങൾ കഴുകിച്ചു. അപ്പൊ പാത്രങ്ങൾ കഴുകുക എന്നുള്ളതിന് നമുക്ക് ടു വാഷ് ദി ഡിഷസ് എന്ന് പറയാം, അല്ലെങ്കിൽ ടു ഡു ദി ഡിഷസ് എന്ന് പറയാം. അതാണ് ഏറ്റവും സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ്, വളരെ നാച്ചുറൽ ആയിട്ടുള്ളത്. ഓക്കെ, ടു ഡു ദി ഡിഷസ്. ഇവിടെ എന്ത് പറയും? ഐ ഗോട്ട് മൈ സിസ്റ്റർ ടു ഡു ദി ഡിഷസ്. ഐ ഗോട്ട് മൈ സിസ്റ്റർ കഴിഞ്ഞിട്ട് ടു ഡു യൂസ് ചെയ്യാൻ മറക്കരുത്. ഐ ഗോട്ട് മൈ സിസ്റ്റർ ടു ഡു ദി ഡിഷസ്. അപ്പൊ നമ്മളിപ്പോ 3 കോസറ്റീവ് വെർബ്സ് കണ്ടില്ലേ? ആദ്യം മേക്ക് കണ്ടു, പിന്നെ ഹാവ്, പിന്നെ ഗെറ്റ്. അടുത്തത് നമ്മൾ നോക്കാൻ പോവാ കേട്ടോ. ആദ്യം ഈ മേക്ക് വെച്ച് പറഞ്ഞ തരം ഒരു സെന്റൻസ് ഞാനിവിടെ കാണിക്കുകയാണേ. ഞാൻ കുട്ടികളെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിച്ചു. ഇതെങ്ങനെ പറയുന്നത് നമ്മള്? ഐ മെയ്ഡ് ദ കിഡ്സ് ഡു their ഹോംവർക്ക് എന്ന് പറയും അല്ലെ? ഐ മെയ്ഡ് ദ കിഡ്സ് ഡു their ഹോംവർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ലേ, ഐ മെയ്ഡ് ദ കിഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ ടു ഡു എന്ന് പറയരുത് എന്ന്. മേക്ക് വരുമ്പോൾ നമ്മൾ ആ ടു ചേർക്കില്ല. ഓക്കെ, പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ കുട്ടികളെ ഹോംവർക്ക് ചെയ്യാൻ സഹായിച്ചു എന്നാണ്. അപ്പൊ സഹായിക്കുക എന്ന് പറയുന്ന വേർബ് നിങ്ങൾക്ക് അറിയാലോ, ഹെൽപ്പ് എന്നല്ലേ പറയാ. അതിവിടെ നമ്മൾ കൊണ്ടുവരണം. എന്ത് പറയും? ഐ ഹെൽപ് ദ കിഡ്സ് ടു ഡു their ഹോംവർക്ക്. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ ഹെൽപ്പ് എന്നുള്ളത് വരുമ്പോ വേണമെങ്കിൽ നമുക്ക് ടു യൂസ് ചെയ്യാം, ടു ഇല്ലാതെയും പറയാം. അപ്പോ ഐ ഹെൽപ് ദ കിഡ്സ് ഡു their ഹോംവർക്ക് എന്നോ ഐ ഹെൽപ് ദ കിഡ്സ് ടു ഡു their ഹോംവർക്ക് എന്നോ പറയാം. അപ്പൊ ഇങ്ങനെ പറയണമായിരുന്നെങ്കിലോ, അവൾ എന്നെ സഹായിച്ചു. അത് ഇംഗ്ലീഷില് ഷീ ഹെൽപ് മീ എന്ന് പറയും അല്ലെ? സഹായിക്കുക ഹെൽപ്പാണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹെൽപ്ഡ്. പക്ഷെ ഇവിടെ ഒരു കാര്യം, ഈ ഹെൽപ്ഡ് എന്ന് ഇവിടെ പറയുന്നത് ഒരു സാധാരണ വേർബാണ്, അതൊരു കോസറ്റീവ് വേർബ് അല്ല. കാരണം അവൾ എന്നെ എന്ത് ചെയ്യാൻ സഹായിച്ചു എന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഈ ഹെൽപ് കഴിഞ്ഞിട്ട് വേറൊരു വേർബ് വന്നില്ലല്ലോ. അപ്പൊ ഇത് സാധാരണ വേർബാണ്. പക്ഷെ ഇങ്ങനെ ആയിരുന്നു എന്നിരിക്കട്ടെ, അവൾ എന്നെ ഊണ് തയ്യാറാക്കാൻ സഹായിച്ചു. അവിടെ എങ്ങനെ പറയും? ഷീ ഹെൽപ് മീ ടു മേക്ക് ലഞ്ച്. മനസ്സിലായോ? ഊണ് തയ്യാറാക്കുക, അതാണ് ടു മേക്ക് ലഞ്ച് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് ടു പ്രിപ്പയർ ലഞ്ച് അല്ലെങ്കിൽ ടു കുക്ക് ലഞ്ച് എന്നൊക്കെ പറയാം. പക്ഷെ ഇത് കുറച്ചുകൂടെ നാച്ചുറൽ ആണ്. ഷീ ഹെൽപ് മീ ടു മേക്ക് ലഞ്ച്. പക്ഷെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടു ഇല്ലാതെയും പറയാം. ഷീ ഹെൽപ് മീ മേക്ക് ലഞ്ച് എന്ന് മാത്രവും പറയാം. ഇനി ഈ സെന്റൻസ് നോക്കൂ, പ്രശ്നം പരിഹരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. ഇവിടെ സഹായിക്കാം എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം, ഒരു ഹെൽപ്പ് നമ്മൾ ഓഫർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് ഫ്യൂച്ചറിൽ ഇങ്ങനെ ചെയ്യും എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യണം. ഇവിടെ എന്ത് പറയും? ഐ വിൽ ഹെൽപ് യു സോൾവ് ദ പ്രോബ്ലം. ഐ വിൽ ഹെൽപ് യു സോൾവ് ദ പ്രോബ്ലം. അപ്പൊ ഇത് കുറച്ചുകൂടെ ഫോർമൽ ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് ഐ ഷാൽ ഹെൽപ് യു എന്നും പറയായിരുന്നു കേട്ടോ. പക്ഷെ സാധാരണ നമ്മൾ ഇങ്ങനെ പറയുള്ളൂ, ഐ ഹെൽപ് യു സോൾവ് ദ പ്രോബ്ലം. കണ്ടോ, അവിടെ വിൽ ഹെൽപ് അങ്ങനെ വന്നു. ഇത് നോക്കിയേ, അവൾ അമ്മയെ കാറിൽ കയറാൻ സഹായിച്ചു. പാസ്റ്റ് ടെൻസ് ആണ്. എന്ത് പറയും? ഷീ ഹെൽപ് ഹെർ മദർ ഗെറ്റ് ഇൻ ടു ദ കാർ. അപ്പൊ കാറിലേക്ക് കയറുകയാണല്ലോ, അതിനാണ് നമ്മൾ ഗെറ്റ് ഇൻ ടു എന്ന് പറഞ്ഞത്. ഷീ ഹെൽപ് ഹെർ മദർ ഗെറ്റ് ഇൻ ടു ദ കാർ. അപ്പോ ഹെൽപ്പ് വെച്ചിട്ട് പല ടെൻസസിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത് കണ്ടില്ലേ? ഇനി നമുക്ക് ഒരു കോസറ്റീവ് വേർബ് കൂടെ കാണാം, ലെറ്റ്. ലെറ്റ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ? ഒരു കാര്യം ചെയ്യാൻ വേറൊരാളെ നമ്മൾ സമ്മതിച്ചു, അനുവദിച്ചു എന്നാണ് ഈ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിനെ പറ്റിയ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. അയാള് ശനിയാഴ്ചകളില് ഞങ്ങളെ നേരത്തെ ഇറങ്ങാൻ അനുവദിക്കാറുണ്ട്.
അങ്ങനെ നേരത്തെ പോകാൻ സമ്മതിക്കാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ലെറ്റ് യൂസ് ചെയ്യും കേട്ടോ. ഈ സെന്റൻസ് കണ്ടല്ലോ, പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശനിയാഴ്ചകളിൽ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാ ശനിയാഴ്ചകളിലും പതിവായിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന്. അപ്പൊ അവിടെ നമുക്ക് പ്രസന്റ് ടെൻസ് യൂസ് ചെയ്താൽ മതി. എന്ത് പറയുന്നറിയാമോ? ഹി ലെറ്റ്സ് us ലീവ് ഏർലി ഓൺ സാറ്റർഡേസ്. സാറ്റർഡേസ്, ശനിയാഴ്ചകളിൽ. ആ പതിവ് ഒരു കാര്യമാണ് അവിടെ വന്നു കേട്ടോ. ഹി ലെറ്റ്സ് us ലീവ് ഏർലി ഓൺ സാറ്റർഡേസ്. പക്ഷെ അടുത്ത സെന്റൻസ് നോക്കൂ. അയാള് കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളെ നേരത്തെ പോകാൻ അനുവദിച്ചു. പാസ്റ്റ് ടെൻസ് വരണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ലെറ്റ് എന്ന് പറയുന്ന ആ ഒരു വേർബ് ഉണ്ടല്ലോ, അതിന്റെ പാസ്റ്റ് ടെൻസ് ലെറ്റ് തന്നെയാണ്. അവിടെ ED ഒന്നും ചേർക്കണ്ട, ആ സെയിം ഫോം തന്നെയാണ് നമ്മൾ പാസ്റ്റ് ആയിട്ടും വേർബിന്റെ മൂന്നാമത്തെ ഫോം ആയിട്ടും എല്ലാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ പറയും? ഹി ലെറ്റ് us ലീവ് ഏർലി ലാസ്റ്റ് സാറ്റർഡേ. കഴിഞ്ഞ ശനിയാഴ്ച, പാസ്റ്റ് ടെൻസ് ആണേ, പക്ഷെ ഉപയോഗിച്ചത് ലെറ്റ് തന്നെയാണ്. ഹി ലെറ്റ് us ലീവ് ഏർലി ലാസ്റ്റ് സാറ്റർഡേ. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടി വന്നപ്പോ ഹി ലെറ്റ്സ് എന്ന് പറഞ്ഞു. ഹി ആയതുകൊണ്ട് നമ്മൾ ലെറ്റിന്റെ കൂടെ എസ് ചേർത്തു പ്രസന്റ് ടെൻസ് കിട്ടാൻ. ഹി ലെറ്റ്സ് us. പക്ഷെ പാസ്റ്റ് ടെൻസിൽ ഹി ലെറ്റ്, ലെറ്റിന്റെ പാസ്റ്റ് ലെറ്റ് തന്നെയാണ്. ഇനി ഇത് പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കൂ എന്നൊക്കെ പറയില്ലേ? അവിടെ എന്ത് പറയും ഇംഗ്ലീഷിൽ? നമുക്കൊരു പ്ലീസ് കൂടെ ചേർക്കാം, കുറച്ചുകൂടെ പൊളൈറ്റ് ആക്കാൻ. പ്ലീസ് ലെറ്റ് മീ സ്പീക്ക്. പ്ലീസ് ലെറ്റ് മീ സ്പീക്ക്. അപ്പൊ ഇവിടെ സംസാരിക്കുക എന്നുള്ളതിനാണ് ഞാൻ ഇവിടെ സ്പീക്ക് എന്ന് പറഞ്ഞത്. ടോക്ക് എന്ന് പറയുന്നതിലും കുറച്ചുകൂടെ നല്ലത് സ്പീക്ക് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചോ നിങ്ങള്. ലെറ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലെറ്റ് മീ ടു സ്പീക്ക് എന്ന് പറയുന്നില്ല. നമ്മൾ ആദ്യം മേക്കിന്റെ കാര്യത്തിൽ കണ്ടല്ലോ, മേക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടു ആഡ് ചെയ്യുന്നില്ലല്ലോ. അതേപോലെയാണ് ഇവിടെ. ലെറ്റിനും നമ്മൾ ടു ചേർക്കില്ല. പക്ഷെ ഹെൽപ്പിന് അങ്ങനെ ആയിരുന്നില്ല, വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പാടില്ല കേട്ടോ. പ്ലീസ് ലെറ്റ് മീ സ്പീക്ക്, എന്നെ പോകാൻ അനുവദിക്കൂ. പ്ലീസ് ലെറ്റ് മീ ഗോ, പ്ലീസ് ലെറ്റ് മീ ടു ഗോ വേണ്ട. ഇങ്ങനെ പറയണമെങ്കിലോ, അവസാനം അവന്റെ പേരൻസ് അവനൊരു ബൈക്ക് വാങ്ങാൻ അനുവദിച്ചു. ഫൈനലി ഹിസ് പേരൻസ് ലെറ്റ് ഹിം ബൈ എ ബൈക്ക്. ലെറ്റ് ഹിം ബൈ എ ബൈക്ക്. അപ്പൊ ലെറ്റ് ഹിം കഴിഞ്ഞിട്ട് ആ വേർബ് ബൈ എന്നുള്ള വേർബിന്റെ ബേസ് ഫോം മാത്രം, വിതൗട്ട് ടു ചേർക്കരുത് കേട്ടോ. മനസ്സിലായല്ലോ? ഫൈനലി ഹിസ് പേരൻസ് ലെറ്റ് ഹിം ബൈ എ ബൈക്ക്. ഇതും നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ്. മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. അവിടെ എങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ഐ വിൽ ലെറ്റ് യു നോ വെൻ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ്, അല്ലെങ്കിൽ വെൻ ദ മീറ്റിംഗ് ബിഗിൻസ്. എന്താ പറയുന്നത് നോക്കൂ. ഐ വിൽ ലെറ്റ് യു നോ, അതായത് ഞാൻ നിങ്ങളെ അറിയിക്കാം എന്നാണ് ഈ പറയുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫ്രേസ് ആയിരിക്കും, ടു ലെറ്റ് സംബഡി നോ. ഐ ലെറ്റ് യു നോ വെൻ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ്. ഇനി ഒരു നെഗറ്റീവ് സെന്റൻസ് ഞാൻ പറയാം. ID ഇല്ലാതെ നമ്മളെ ഓഫീസിൽ പ്രവേശിക്കാൻ അവര് സമ്മതിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്ത് പറയും? They won't let us enter the office without ID. അതായത് ഈ ഐഡന്റിറ്റി ഡോക്യുമെന്റ് ഇല്ലാണ്ട് നമ്മളെ കയറാൻ സമ്മതിക്കില്ല എന്ന്. They won't let us. They will not let us. അതാണ് പറഞ്ഞത്. They won't let us enter the building without ID. അങ്ങനെ നമ്മൾ 5 തരത്തിലുള്ള കോസറ്റീവ് വേർബ്സ് കണ്ടു. ഇതിനെ ബേസ് ചെയ്താണ് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ ഇന്ന് ക്വസ്റ്റ്യൻസ് 4 ഉള്ളൂ കേട്ടോ. ആദ്യത്തേത് നോക്കൂ. ഞാൻ ഗീതയെ കൊണ്ട് ഫുഡ് ഓർഡർ ചെയ്യിപ്പിക്കാം എന്നാണ് പറയുന്നത്. ഞാൻ ഗീതയെ കൊണ്ട് ഭക്ഷണം ഓർഡർ ചെയ്യിപ്പിക്കാം എന്ന്. അപ്പൊ ഇവിടെ ചെയ്യിപ്പിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ അതൊരു സെന്റൻസ് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, ഫ്യൂച്ചർ ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്താണ് അവിടെ ഉപയോഗിക്കാൻ നോക്കൂ. ഇവിടെ ഉപയോഗിക്കാവുന്ന 2 കോസറ്റീവ് വേർബ്സ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും പറയാം. ഓക്കെ. രണ്ടാമത്തത്, അയാള് ഞങ്ങളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചു. അയാള് ഞങ്ങളെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിച്ചു. എങ്ങനെ പറയും? ആലോചിക്കൂ. മൂന്നാമത്തത്, ഞങ്ങള് കുട്ടികളെ കുറച്ചു സമയം കാർട്ടൂൺ കാണാൻ അനുവദിച്ചു എന്ന് പറയണം. പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ കാർട്ടൂൺ എന്നാണ് പറഞ്ഞെങ്കിലും ഞാൻ ഇപ്പോഴേ തന്നെ പറയാണ്, നേരത്തെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ നേരത്തെ തന്നിരുന്നു. അവിടെ നമ്മൾ പ്ലൂറൽ തന്നെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യണം, കാർട്ടൂൺസ് തന്നെ പറയണം കേട്ടോ. പിന്നെ കുറച്ച് സമയം എന്നുള്ളതിന് സം ടൈം, 2 വാക്കുകളായിട്ട് പറയണേ. സം ടൈം എന്നാണ് പറയേണ്ടത്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഏത് പോസിറ്റീവ് വേർബ് യൂസ് ചെയ്യുന്ന ആലോചിച്ച് നോക്കൂ. നാലാമത്തത്, ഞാൻ ഇപ്പോൾ എൻ്റെ മുടി വെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ മുടി വെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ പറയും?
ഈ മുടി വെട്ടിക്കുക എന്നുള്ളതിന് നമ്മൾ കട്ട് എന്നുള്ള വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കുക, അതിന്റെ മൂന്നാമത്തെ ഫോം കട്ട് തന്നെയാണ്. ലെറ്റിന്റെ കാര്യത്തിൽ കണ്ടില്ലേ, അതേപോലെ അതൊന്ന് ഓർത്തേക്കണേ. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസും നന്നായിട്ട് ആലോചിച്ച് ക്ലിയർ ആക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക, ശരിയാക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലെസൺ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് ഈ ഓരോ ടൈപ്പ് സെന്റൻസും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ താമസിയാതെ തന്നെ ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിനിടയ്ക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണേ. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്കിനി അധികം താമസിയാതെ കാണാം.